സൈനബു തബ്തസിമു. സൈനബ് പുഞ്ചിരിക്കുന്നു. സൈനബ് വ കാജലു സ്വദീഖത്താനി ഹമീമത്താനി. സൈനബും കാജലും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. സ്വദീഖത്താനി ഹമീമത്താനി, ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. തസ്കുനാനി ഫി ഹയ്യിൻ വാഹിദിൻ. അവർ ഒരേ നാട്ടിലാണ് താമസിക്കുന്നത്. ഹയ്യ് പ്രദേശം, നാട്. തദുർസാനി ഫി സൊഫിൻ വാഹിദിൻ. ഒരേ ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത്. വ മദ്രസത്തിൻ വാഹിദത്തിൻ. ഒരേ സ്കൂളിൽ. വാലിദു സൈനബ് താജിറുൻ ഖനിയുൻ. സൈനബിന്റെ പിതാവ് ഒരു സമ്പന്നനായ താജിറാണ്, കച്ചവടക്കാരനാണ്. ഇസ്മുഹു നബീൽ. അയാളുടെ പേര് നബീൽ എന്നാണ്. വ വാലിദു കാജൽ. കാജലിന്റെ പിതാവ് യഅമലു ജോലി ചെയ്യുന്നു. ഫി അഹദിൽ മസാനെ. ഒരു ഫാക്ടറിയിൽ. മസ്നഅ മസാനെ, ഫാക്ടറി. ഫി അഹദിൽ മസാനെ, ഇൻ വൺ ഓഫ് ദി ഫാക്ടറീസ്. കാനത്തി സ്വദീഖത്താനി ലാ തഫ്തരിഖാനി. ഈ രണ്ട് കൂട്ടുകാരികളും വേർപിരിഞ്ഞിരുന്നില്ല. ലാ തഫ്തരിഖാനി, വേർപിരിയാത്ത കൂട്ടുകാരായിരുന്നു. തജ്ലിസാനി മുതജാവിറത്തൈനി. അവർ അടുത്തടുത്ത് ഇരിക്കുമായിരുന്നു. തജ്ലിസാനി, അവർ ഇരുന്നിരുന്നത്. മുതജാവിറത്തൈനി, അടുത്തായിട്ടാണ്. ദാഖില സഫി, ക്ലാസിന്റെ ഉള്ളിൽ, ക്ലാസ്സിൽ അടുത്തടുത്തിരിക്കും. തദ്ഹബാനി മാൻ. അവർ ഒരുമിച്ച് പോകും. ഇലൽ മക്തബത്തി, ലൈബ്രറിയിലേക്കും. വൽ മഖ്സഫി, ക്യാൻറ്റീനിലേക്കും. വൽ മലബി, ഗ്രൗണ്ടിലേക്കും. മാൻ, ഒരുമിച്ച്, എല്ലായിടത്തേക്കും ഒരുമിച്ചാണ് അവർ പോകുന്നത്. വഫിൽ മസായി. വൈകുന്നേരങ്ങളിൽ. തജ്തമിആനി മറത്തൻ ഫി മൻസിലി സൈനബ്. ഒരിക്കലവർ സൈനബിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടും. വമറത്തൻ ഉഖ്റ. മറ്റൊരിക്കൽ ഫി മൻസിലി കാജൽ. കാജലിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടും. രണ്ടുപേരും പരസ്പരം വീടുകളിൽ പോകാറുണ്ട്. തുദാക്കിറാനി ദുറൂസഹുമ. അവർ തങ്ങളുടെ പാഠങ്ങൾ ഓർത്തു പഠിക്കും. തുദാക്കിറു, ഓർത്തു പഠിക്കുക. വത്തു അദ്ദിയാനി വാജിബത്തിഹിമൽ മദ്രസിയത്ത മാൻ. പഠിക്കുന്നതും പിന്നെ അതേപോലെ വാജിബത്തുൽ മദ്രസിയ മീൻസ് ഹോംവർക്കുകൾ അവർ ചെയ്യുന്നതുമൊക്കെ മാൻ, ഒരുമിച്ചാണ്. വത്തു അദ്ദിയാനി, അവർ ചെയ്യും. വാജിബത്തുഹിമൽ മദ്രസിയ, ഹോംവർക്കുകൾ മാൻ, ഒരുമിച്ച്. യോമൻ, ഒരു ദിവസം. വജദത്ത് സൈനബു. സൈനബ് കണ്ടു. സ്വദീഖതഹ ഹസീനത്തൻ. തന്റെ കൂട്ടുകാരിയെ ഹസീനത്തായിക്കൊണ്ട്, ദുഃഖിതയായിക്കൊണ്ട് കണ്ടു. ഫസഅലത് അൻ സബബി ഹുസ്നിഹ. അവൾ അവളുടെ സങ്കടത്തെ, ദുഃഖത്തെ കുറിച്ച് ചോദിച്ചു. സഅലത്ത്, ചോദിച്ചു. അൻ സബബി ഹുസ്നിഹ, ഹുസ്നിന്റെ കാരണത്തെ കുറിച്ച്. ഫഅജാബത്ത് കാജൽ. അപ്പോൾ കാജൽ മറുപടി പറഞ്ഞു. മസ്നഉ വാലിദി. എന്റെ പിതാവിന്റെ ഫാക്ടറി കത് ഉഗലിക്ക, അടച്ചു പൂട്ടപ്പെട്ടു. അകലക്ക, പൂട്ടി, അടച്ചു. ഉഗലിക്ക, അടച്ചു പൂട്ടപ്പെട്ടു. അസംന, ഞങ്ങൾ തീരുമാനിച്ചു. അല റുജുഇ, മടങ്ങിപ്പോകാൻ. ഇലാ വിലായത്തിന്, ഞങ്ങളുടെ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ ഇവർ അന്യ സംസ്ഥാനത്ത് നിന്നും വന്ന് ജോലി ചെയ്ത് ഇവിടെ താമസിക്കുന്നവരാണ്. അവര് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. റജാത്ത് സൈനബു. സൈനബ് മടങ്ങി. ഇല ബൈത്തിഹ, തന്റെ വീട്ടിലേക്ക്. ഹസീനത്തൻ, ദുഃഖത്തോടെ. ഹസീനത്തൻ, ദുഃഖിതയായിക്കൊണ്ട്, ദുഃഖത്തോടെ. വക്കാനത്തെ ഐനാഹ, അവളുടെ കണ്ണുകൾ. തദ്രിഫാനി, നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഹി അലാ തസ്തതിഉ, അവൾക്ക് കഴിയുന്നില്ല, അവൾക്ക് കഴിയുമായിരുന്നില്ല. അൻ തുഫാരിക സ്വദീഖതഹ അൽ അസീസത്ത, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ വേർപിരിയാൻ. അൻ തുഫാരിക, വേർപിരിയാൻ കഴിയുമായിരുന്നില്ല. ലാഹലൽ വാലിദു, അപ്പോൾ പിതാവ് കണ്ടു. അന്ന ബിന്തഹു ഹസീനത്തൻ, തന്റെ ബിന്ദു, തന്റെ പെൺകുട്ടി, തന്റെ മകൾ ദുഃഖിതയാണ് എന്ന് പിതാവ് കണ്ടു. ലം തഉദ് തൽഹഖു കആദതിഹ, അവൾ പതിവ് പോലെ ചിരിക്കുന്നില്ല. ലം തഉദ് തൽഹഖു, അവൾ ചിരിക്കുന്നില്ല. കആദതിഹ, പതിവ് പോലെ. അപ്പോൾ ജലസ ബിജാനിബിഹ, അദ്ദേഹം അവളുടെ അടുത്തിരുന്നു. വസഅലഹ, എന്നിട്ട് അവളോട് ചോദിച്ചു. മാ ബിക്കി യാ ബുനയ്യത്തി, എന്തു പറ്റി എന്റെ മോളെ? ഫഅഖ്ബറത്, അപ്പോൾ അവൾ പറഞ്ഞു. ബി അന്ന സ്വദീഖതഹ കാജൽ, തന്റെ കൂട്ടുകാരിയായ കാജൽ. സതർഹലു ഇലാ വിലായത്തിഹ, അവളുടെ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഉഗ്ലിക മസ്നഉ വാലിദിഹ, അവളുടെ പിതാവിന്റെ ഫാക്ടറി അടച്ചു പൂട്ടപ്പെട്ടു. വ ഫഖദ അമലഹു, അയാൾക്ക് അയാളുടെ ജോലി നഷ്ടപ്പെട്ടു. ഫഖദ, നഷ്ടപ്പെട്ടു. ഇബ്തസമൽ വാലിദു, അപ്പോൾ വാലിദ് പുഞ്ചിരിച്ചുകൊണ്ട് ഖാല, പറഞ്ഞു. എന്ത് പറഞ്ഞു? സദിയഖതുക്കി കാജൽ, നിന്റെ കൂട്ടുകാരി കാജൽ. ലൻ തുഫാരിഖകി, നിന്നെ വേർപിരിയുകയില്ല ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അദ്ദേഹം
ഒരു സമ്പന്നനായ കച്ചവടക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അയാള് മറ്റേയാളെ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നൊയ്ദു യോമിയാത്തിൻ, ഡയറി തയ്യാറാക്കാം. സമയത്ത് സൈനബ് കൗലൽ വാലിദി, സൈനബ് ഉപ്പാന്റെ വാക്ക് കേട്ടു. ഫരിഹത്ത് കസീറൻ, അപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചു. വക്കതബത്ത് യോമിയാത്തിഹ, അവളുടെ ഡയറി അവൾ എഴുതി. നതഖയ്യലു വനുഇദ്ദുൽ യൗമിയാത്ത്, ആ ഡയറി നമുക്ക് സങ്കല്പിച്ച് എഴുതാം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അല്യവും യൗമുൻ സഈദുൻ, ഡേറ്റ് ഇടുക, ഡയറി എഴുതുക. ഇന്ന് സന്തോഷകരമായൊരു ദിവസമാണ്. കാന ഫി സ്വബാഹി, രാവിലെ. കാന യൗമൻ ഹസീനൻ, ഒരു ദുഃഖകരമായ ദിവസമായിരുന്നു. ലാക്കിൻ, പക്ഷെ അൽ ആൻ, ഇപ്പോൾ. സ്വാറ സഈദൻ, സന്തോഷകരമായി. സ്വബാഹല്യവും, ഇന്ന് രാവിലെ ദഹബ്തു ഇലാ ബൈത്തി കാജൽ, ഞാൻ കാജലിന്റെ വീട്ടിലേക്ക് പോയി. ലാക്കിന്നി റഅയ്തുഹ, പക്ഷെ ഞാൻ അവളെ കണ്ടു. ഹസീനത്തൻ, ദുഃഖിതയായിക്കൊണ്ട്. കാലത്ത്, അവൾ പറഞ്ഞു. ഇന്നൽ മസ്നഅ, ഫാക്ടറി. അല്ലദി യഅമലു വാലിദുഹ ഫീഹി, തന്റെ പിതാവ് ജോലി ചെയ്യുന്ന ഫാക്ടറി. ഖദ് ഉഗ്ലിഖ, അടച്ചുപൂട്ടപ്പെട്ടു എന്നവൾ പറഞ്ഞു. വയുരീദൂന റുജൂഅ, അവർ പോകാൻ ഉദ്ദേശിക്കുകയാണ്, മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നു. ഇലാ വിലായത്തിഹിം, അവരുടെ സ്റ്റേറ്റിലേക്ക്. ഫർജഅതു ഹസീനത്തൻ, അപ്പോൾ ഞാൻ ദുഃഖത്തോടെ മടങ്ങി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. റആനി അബി ഹസീനത്തൻ, എൻ്റെ ഉപ്പ ഞാൻ ദുഃഖിതയാണെന്ന് കണ്ടു. സഅലിനി അനി സബബി, ദുഃഖത്തിന്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഫഖുൽതു ഉമൂറ കാജൽ, അപ്പോൾ ഞാൻ കാജലിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഫഖാല വാലിദി, അപ്പോൾ വാലിദ് എന്നോട് പറഞ്ഞു. ലാ തഹസനി, ദുഃഖിക്കേണ്ട. സദീഖതുകി ലാ തുഫാരിഖുകി, നിന്റെ കൂട്ടുകാരി നിന്നെ വേർപിരിയുകയില്ല. ഫഫരിഹതു, അപ്പോൾ ഞാൻ സന്തോഷിച്ചു. ലി അന്നി അഅ്തഖിദു, കാരണം ഞാൻ വിശ്വസിക്കുന്നു. അന്ന വാലിദി സയുസായിദുഹും, എൻ്റെ പിതാവ് അവരെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുസായിദു, സഹായിക്കും. ഹും, അവരെ. ഇനി ഇത്തസല നബീലുൻ, നബീൽ ബന്ധപ്പെട്ടു. ബിവാലിദി കാജൽ, കാജലിന്റെ പിതാവിനെ ഫോണിൽ വിളിച്ചു. അതിനാണ് ഇത്തസല എന്ന് പറയുക. വത്വലബ മിൻഹു, അയാളോട് ആവശ്യപ്പെട്ടു. മുഖാബലതഹു, തന്നെ കണ്ടുമുട്ടാൻ, തന്നെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് കാജലിന്റെ പിതാവിനോട് നബീൽ പറഞ്ഞു. ഇൻദമാ സാറഹു ഫിൽ മക്തബി, അങ്ങനെ അയാൾ നബീലിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ സന്ദർശിച്ചപ്പോൾ. ഇൻദമാ സാറ, സന്ദർശിച്ചപ്പോൾ. ഇസ്തഖ്ബലഹു നബീലുൻ, നബീൽ അയാളെ സ്വീകരിച്ചു. ഇസ്തിഖ്ബാലൻ ഹാറൻ, ഊഷ്മളമായ സ്വീകരണം നൽകി. വക്കാല ലഹു, എന്നിട്ട് അയാളോട് പറഞ്ഞു. ലഖദ് അലിംതു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അന്നക ആമിലുൻ നശീതുൻ വ മുഖ്ലിസുൻ ഫി അമലിക, താങ്കൾ ജോലിയിൽ ആത്മാർത്ഥതയുള്ള, നശീത്വായ, ഉന്മേഷവാനായ ഒരു തൊഴിലാളിയാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മുഖ്ലിസുൻ മീൻസ് ആത്മാർത്ഥതയുള്ള. വലിത, അതുകൊണ്ട് ഉരീദു അൻ തഖ്ദുമനി, താങ്കൾ എന്നെ സേവിക്കണം, മീൻസ് എനിക്ക് സേവനം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫി മസ്നഇ, എൻ്റെ ഫാക്ടറിയിൽ, അതായത് എൻ്റെ ഫാക്ടറിയിൽ താങ്കൾ ജോലി ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. വസഉതീക, ഞാൻ താങ്കൾക്ക് നൽകും. ലഇഫ റാത്തിബിക സാബിക്, താങ്കളുടെ മുൻ ശമ്പളത്തിന്റെ ഇരട്ടി. ലഇഫ് മീൻസ് ഇരട്ടി, റാത്തിബ് ശമ്പളം. റാത്തിബുക സാബിക് മീൻസ് മുൻ ശമ്പളം. ആദ്യത്തെ ഫാക്ടറിയിലെ ശമ്പളത്തെക്കാൾ ഇരട്ടി നൽകും. ഹൽ തുവാഫിഖു, ഡു യു അഗ്രി, യോജിക്കുന്നുണ്ടോ, സമ്മതമാണോ? ഫൗറൻ ഫാഫക്ക വാലിദു കാജൽ, കാജലിന്റെ പിതാവ് പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. ഫൗറൻ, ഉടനെ. വാഫക വാലിദു കാജൽ, കാജലിന്റെ പിതാവ് സമ്മതിച്ചു. അലാദാലിക്ക, ആ ജോലിക്ക്, അതിന്. ഷാക്കിറൻ, നന്ദി പറഞ്ഞുകൊണ്ട് അത് സമ്മതിച്ചു. നല്ലൊരു ഓഫറാണ് കിട്ടിയതല്ലേ. അങ്ങനെ വആദ ഇലാ ബൈത്തിഹി മസ്റൂറൻ, സന്തോഷവാനായിക്കൊണ്ട് അയാൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി. മുബ്തസിമൻ, പുഞ്ചിരിച്ചുകൊണ്ട്. വഹുവ യഖൂലു, അയാൾ പറയുന്നു, അയാള് തന്റെ മകളായ കാജലിനോട് പറയുകയാണ്. ലൻ നുഗാദിറ, നമ്മൾ വിട്ടുപോവുകയില്ല. ഹാദിഹിൽ മദീനത, ഈ പട്ടണം. ലഖദ് വജദ്തു അമലൻ ജദീദൻ, ഞാൻ പുതിയൊരു ജോലി എനിക്ക് കിട്ടി. ലഖദ് വജദ്തു, എനിക്ക് കിട്ടി. അമലൻ ജദീദൻ, പുതിയൊരു ജോലി. അങ്ങനെ അയാൾ മകളോട് പറഞ്ഞു. നുഇദ്ദുൽ ഹിവാറ, സംഭാഷണം ഉണ്ടാക്കണം. ജാ വാലിദു കാജൽ, കാജലിന്റെ പിതാവ് വന്നു. ഇലാ ബിന്ദിഹി, തന്റെ മകളുടെ അടുക്കലേക്ക്. മസ്റൂറൻ, സന്തോഷത്തോടെ. വജറാ ബൈനഹുമാ ഹിവാറുൻ, അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. നതഖയ്യലു വനുഇദ്ദുൽ ഹിവാർ, ആ ഹിവാർ നമുക്ക് സങ്കല്പിച്ചെഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. അൽ വാലിദ് മസാ ഉൽ ഖൈർ, കാജൽ മസാ ഉന്നൂർ. അൽ വാലിദ് ലദയ്യ ബുഷ്റ യാ ബിന്ദി, മോളെ എൻ്റെ അടുക്കൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ബുഷ്റ, സന്തോഷ വാർത്ത. കാജൽ മുംകിൻ ബഅദുൽ ഹൽവയാത്ത്, കുറച്ച് സ്വീറ്റ്സ് ആയിരിക്കും, എനിക്ക് ഈ മിഠായി കൊണ്ടുവന്നതായിരിക്കും അല്ലേ.
വാലിദ് കല്ല അല്ല, ഹിയ അസ്മനു മിൻഹ അതിനേക്കാൾ വിലപിടിപ്പുള്ള വാർത്തയാണ്. കാജൽ മാഹിയ എന്താണത്? കൊല്ലി ബിസ്വറാഹത്തിൻ വ്യക്തമാക്കി പറയൂ. കുല്ലി എന്നോട് പറയൂ, ബിസ്വറാഹത്തിൻ വ്യക്തമായിട്ട്. അൽ വാലിദ് നബ്ക ഫി ഹാദിഹിൽ മദീന നമ്മൾ ഈ പട്ടണത്തിൽ തുടരും. നബ്ക നമ്മൾ അവശേഷിക്കും, തുടരും. ഫി ഹാദിഹിൽ മദീന വലാ നുഗാദിറുഹ ഇവിടെ നമ്മൾ വിട്ടുപോവുകയില്ല. ഗാദറ മീൻസ് വിട്ടുപോയി, ലീവ് ചെയ്യുക, നമ്മൾ ലീവ് ചെയ്യുകയില്ല. കൈഫ എങ്ങനെ? ഖദ് ഫഖത്ത അമലക താങ്കളുടെ ജോലി നഷ്ടപ്പെട്ടല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ പോകാതിരിക്കും? വാലിദ് അൽഹംദുലില്ലാ വജത്തു അമലൻ ജദീദൻ എനിക്ക് പുതിയൊരു ജോലി കിട്ടി. മാഷാ അല്ലാഹ് അയിനയാ ബാബ എവിടെയാണിപ്പാ പുതിയ ജോലി? ഫി മസ്നൈൻ കബീരിൻ ഒരു വലിയ ഫാക്ടറിയിൽ, ബിറാത്തിബിൻ ആലിൻ ഉയർന്ന ശമ്പളത്തിൽ. മൻ അഅതാക്കൽ അമല ആരാണ് താങ്കൾക്ക് ജോലി നൽകിയത്? വാലിദു സൈനബ് ഹുവ റജുലുൻ സാലിഹുൻ സൈനബിന്റെ പിതാവാണ്. അദ്ദേഹം നല്ലവനായ ഒരു വ്യക്തിയാണ്, ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ കാജൽ പറയുന്നു, ജസാഹുല്ലാഹു ഖൈറൽ ജസാ അദ്ദേഹത്തിന് അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വഫി സ്വബാഹി പ്രഭാതത്തിൽ പിറ്റേന്ന് രാവിലെ ലഖിയത്ത് സ്വദീഖത്താനി ഫിൽ മദ്രസ രണ്ട് കൂട്ടുകാരികളും സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടി. കാനത്ത് കാജൽ തബ്തസിമു സഈദത്തൻ കാജൽ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. വഹി തഖൂലു അവൾ പറഞ്ഞു, ലൻ അർഹല യാ സൈനബ് സൈനബേ ഞങ്ങൾ പോവുകയില്ല. ലൻ അർഹല ഞാൻ പോവുകയില്ല, ഞാൻ യാത്ര പോവുകയില്ല. യാ സൈനബ് സൈനബേ സനബ്ക ഫീ ഹാദിഹിൽ മദീനത്തി ഞങ്ങൾ ഈ പട്ടണത്തിൽ തുടരും. ലഖദ് വജദ അബി അമലൻ ജദീദൻ എൻ്റെ ഉപ്പ പുതിയൊരു ജോലി ഉപ്പാക്കി കിട്ടി. സുമ്മ തആനഖത്ത് സ്വദീഖത്താനി ഹുബ്ബൻ വസഅദതൻ എന്നിട്ട് രണ്ട് കൂട്ടുകാരികളും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കെട്ടിപ്പിടിച്ചു. തആനഖത്ത് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. അസ്വദീഖത്താനി കൂട്ടുകാരികൾ, ഹുബ്ബൻ സ്നേഹത്തോടെ, വസഅദതൻ സന്തോഷത്തോടെ. അതാണ് കഥ. ഈ കഥ മൻകൂലത്തുൻ എടുക്കപ്പെട്ടതാണ്, ബി തസറുഫിൻ വ്യത്യാസം വരുത്തിക്കൊണ്ട്, അല്പം വ്യത്യാസത്തോടെ എടുക്കപ്പെട്ടതാണ്. മിൻ കിതാബിൽ അറബിയത്തുൽ നാശിഈൻ അൽ അറബിയത്തുൽ നാശിഈൻ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. അല്പം വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നഖറഉൻ നസ്സ വനുജീബു അനിൽ അസ്ല പടവാം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മാ മിഹ്നത്ത് വാലിദി സൈനബ് സൈനബിന്റെ പിതാവിന്റെ ജോലി എന്താണ്? വാലിദു സൈനബ് താജിറുൻ അങ്ങനെ എഴുതിയാൽ മതി. സൈനബിന്റെ പിതാവ് ഒരു കച്ചവടക്കാരനാണ്. ഐന കാന യഅമലു വാലിദു കാജൽ കാജലിന്റെ പിതാവ് എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? കാന യഅമലു വാലിദു കാജൽ ഫി മസ്നഇൻ കാജലിന്റെ പിതാവ് ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. ലിമ അസമ വാലിദു കാജൽ അലാ തർക്കിൽ മദീനത്തി എന്തിനാണ് കാജലിന്റെ പിതാവ് പട്ടണം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? അസമ വാലിദു കാജൽ കാജലിന്റെ പിതാവ് തീരുമാനിച്ചു അലാ തർക്കിൽ മദീനത്തി പട്ടണം ഉപേക്ഷിക്കാൻ, ലി അന്നഹു കാരണം അയാൾക്ക്, ഫഖദ അമലഹു തന്റെ ജോലി നഷ്ടപ്പെട്ടു. അതാണ് ഉത്തരം. മാ സബബു ഹുസ്നി സൈനബ് സൈനബിന്റെ ദുഃഖത്തിന്റെ കാരണം എന്താണ്? ഇന്ന സ്വദീഖ സൈനബ് തുഫാരിക്കുഹ സൈനബിന്റെ കൂട്ടുകാരി അവളെ തുഫാരിക്കും വേർപിരിയുകയാണ്. ഹാദാ ഹുവ സബബു ഹുസ്നി സൈനബ് ഇതാണ് സൈനബിന്റെ ദുഃഖത്തിന്റെ കാരണം. വജത്ത സ്വദീഖക നീ കണ്ടു നിന്റെ കൂട്ടുകാരനെ, ലം യതനാവലിൽ ഗദാ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് നീ കണ്ടു. ഫമാദാ തഫലു അപ്പോൾ നീ എന്ത് ചെയ്യും? സഉതീഹി ത്വആമ ഞാൻ അവനെ ഭക്ഷണം നൽകും. അങ്ങനെ ഇത് സഉതീഹി ത്വആമ. നഖറഉൽ ജുമല നമുക്ക് ഇത് വായിച്ചു നോക്കാം. വനുമയ്യിസു സഹീഹ അനിൽ ഖത എന്നിട്ട് തെറ്റിൽ നിന്നും ശരി വേർതിരിക്കാം. നുമയ്യിസു മീൻസ് നമുക്ക് വേർതിരിക്കാം, തെറ്റും ശരിയും വേർതിരിക്കണം. തദ്റുസു സ്വദീഖത്താനി ഫി മദ്രസത്തിൻ വാഹിദത്തിൻ കൂട്ടുകാരികൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ശരിയാണത്. വാലിദു സൈനബ് ആമിലുൻ ഫിൽ മസ്നഇ സൈനബിന്റെ പിതാവ് ഒരു ഫാക്ടറി ജോലിക്കാരനാണ്. അത് തെറ്റാണ്. അറാദ കാജൽ ഉദ്ദേശിച്ചു അൻ തുസാഫിറ ഇലാ മദീനത്തിൻ ഉഖ്റ മറ്റൊരു പട്ടണത്തിലേക്ക് പോകാൻ, ലിദ്ദിറാസത്തി പഠനത്തിന് വേണ്ടി. അതും തെറ്റാണ്. റാത്തിബ് വാലിദി കാജലിന്റെ പിതാവിന്റെ ശമ്പളം അഖല്ലു മിൻ റാത്തിബിഹി സാബിഖ് തന്റെ മുൻ ശമ്പളത്തെക്കാൾ കുറവായിരുന്നു. അതും തെറ്റാണ്, ഇരട്ടിയായിട്ട് അധികരിക്കുകയാണ് ചെയ്തത്. റഹലത്ത് ഉസ്രത്ത് കാജൽ ഇലാ മദീനത്തിൻ ഉഖ്റ കാജലിന്റെ കുടുംബം മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. അതും തെറ്റാണ്, പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. നുറാജി ഉനസ് വനഖ്താർ ജുമലൻ തസ്തമിറു അലൽ ഹാലുള്ള
ജുംലകൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്താം. എന്താണ് ഹാല് നോക്കാം. ഇവിടെ കാണുന്നില്ലേ, ഈ ജുംലകളിലൊക്കെയാണ് ഹാലുള്ളത്. വേറെ 1-2 ജുംലകളിൽ കൂടെ ഉണ്ട്. വജദത്ത് സൈനബു സദീഖതഹ ഹസീനത്തൻ. സൈനബ് തന്റെ കൂട്ടുകാരിയെ ദുഃഖിതയായിക്കൊണ്ട് കണ്ടു. ഹസീനത്തൻ, ദുഃഖിതയായിക്കൊണ്ട്. അങ്ങനെ ഒരാളുടെ അവസ്ഥ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരാളുടെ അവസ്ഥ പറയുന്നതിനാണ് ഹാല് എന്ന് പറയുന്നത്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കിനാണ് ഹാല് എന്ന് പറയുന്നത്. ഇവിടെ സൈനബ് സ്വദീഖത്തിനെ കണ്ടു. ആ സ്വദീഖത്തിന്റെ അവസ്ഥ എന്താണ്? ദുഃഖിച്ചിരിക്കുകയാണ് അല്ലെ. അത് ദുഃഖിതയായിക്കൊണ്ട് എന്നാണ് പറഞ്ഞത്. ആ ദുഃഖിതയായിക്കൊണ്ട് എന്നുള്ള വാക്കാണ് ഹാല്. ഹാല് ഇറാബ്, ഹാലിന്റെ ഇറാബ് നസ്ബാണ്. ഇറാബ് നസ്ബാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് ഹസീനത്തൻ എന്ന് അവസാനത്തെ അക്ഷരമായ തായിന് ഫതഹ് നൽകിക്കൊണ്ട് പറഞ്ഞത്. അടുത്തത് നോക്കാം. റജാത്ത് സൈനബു. സൈനബ് മടങ്ങിയില ബൈത്തിഹ, തന്റെ വീട്ടിലേക്ക്, ഹസീനത്തൻ, ദുഃഖിതയായിക്കൊണ്ട്, ദുഃഖത്തോടെ. അവിടെയും സൈനബിന്റെ അവസ്ഥ ദുഃഖമാണ് അല്ലെ. അതുകൊണ്ടാണ് ഹസീനത്തൻ, ദുഃഖിതയായിക്കൊണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഹസീനത്തൻ എന്നത് ഹാലാണ്. നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകി. അതേപോലെ വാഫക്ക വാലിദു കാജൽ. കാജലിന്റെ പിതാവ് സമ്മതിച്ചു. അലാദാലിക്ക് അതിന് ഷാക്കിറൻ, നന്ദി പറഞ്ഞുകൊണ്ട്. ഷാക്കിറൻ എന്നതാണ് ഹാല്. ആദയില ബൈത്തിഹി. അദ്ദേഹം തന്റെ വീട്ടിലേക്ക് മടങ്ങി. മസ്റൂറൻ, സന്തോഷവാനായിക്കൊണ്ട്. മസ്റൂറൻ ഹാല്. കാനത്ത് കാജൽ തബ്തസിമു. കാജൽ പുഞ്ചിരിച്ചിരുന്നു. സൈദത്തൻ, സന്തോഷത്തോടെ. താനക്കത്ത് സ്വദീഖത്താനി. കൂട്ടുകാരികൾ ആലിംഗനം ചെയ്തു. ഹുബ്ബൻ വസാദത്തൻ. അവിടെ രണ്ടും ഹാലാണ്. ഹുബ്ബൻ എന്നതും ഹാലാണ്, സാദത്തൻ എന്നതും ഹാലാണ്. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും. ഇങ്ങനെ പറയുന്ന വാക്കുകൾക്കാണ് ഹാല് എന്ന് പറയുക. ഹാലിന്റെ ഇറാബ് നസ്ബായിരിക്കും. ഇനി നസ്ലുൽ കൗല ബിൽ കായിൽ. പറഞ്ഞ ആളുമായിട്ട് യോജിപ്പിക്കാം പറഞ്ഞതിനെ. വാലിദു കാജൽ. കാജലിന്റെ പിതാവ്. കാജൽ സൈനബ് നബീൽ. സാബിക്. താങ്കളുടെ മുൻ ശമ്പളത്തിന്റെ ഇരട്ടി ഞാൻ നൽകും. ആരാണ് പറഞ്ഞത്? നബീലാണ് അല്ലെ. മസ്ന വാലിദിഹ ഉഗലിക്ക. അവളുടെ പിതാവിന്റെ ഫാക്ടറി അടച്ചുപൂട്ടപ്പെട്ടു. ഫഖദ മിഹ്നതഹു. അയാളുടെ ജോലി നഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞത് ആരാണ്? സൈനബാണ്. ലൻ നുഗാദിറ ഹാദിഹിൽ മദീനത. നമ്മൾ ഈ പട്ടണം വിട്ടുപോവുകയില്ല. വാലിദു കാജലാണ് അത് പറഞ്ഞത്. അസംന അല അൻ നർജിഅ ഇലാ വിലായത്തിന. ഞങ്ങൾ ഞങ്ങളുടെ വിലായത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. കാജല് പറഞ്ഞതാണത്. ഇനി ലാ തസ്തതിഉ സൈനബ്. സൈനബിന് കഴിയുകയില്ല. അൻ തുഫാരിക്ക, വേർപിരിയാൻ. സ്വദീഖതഹ, തന്റെ കൂട്ടുകാരിയെ. അടുത്തത് ലൻ നുഗാദിറ. നമ്മൾ വിട്ടുപോവുകയില്ല. ഹാദിഹിൽ മദീനത, ഈ പട്ടണത്തെ. അൻ, ലൻ എന്നിവ നസ്ബിന്റെ ഹർഫുകളാണ്. അതായത് മുളാരിയായ ഫീലിനെ നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ്. 4 എണ്ണമുണ്ട്. 2 എണ്ണമാണ് ഇവിടെ കൊടുത്തത്. അൻ, ലൻ, കൈ, ഇതൻ എന്നീ 2 എണ്ണം കൂടെ ഉണ്ട്. ഈ ഹർഫുകൾ മുളാരിയായ ഫീലിന്റെ മുമ്പിൽ വന്നാൽ, ഇവ മുളാരിയായ ഫീലിന്റെ മുമ്പിലാണ് വരിക. അങ്ങനെ ഏതെങ്കിലും ഒരു മുളാരിയായ ഫീലിന്റെ മുമ്പിൽ ഈ ഹർഫുകൾ വന്നാൽ ആ മുളാരിയായ ഫീലിന്റെ ഇറാബ് നസ്ബാകും. ഇറാബ് നസ്ബായാൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. ഇവിടെ അൻ തുഫാരിക്ക എന്ന് കാണാം അല്ലെ. തുഫാരിക്കു എന്ന മുളാരിയ ഫീലിന്റെ മുമ്പിൽ അൻ എന്ന നസ്ബിന്റെ ഹർഫ് വന്നപ്പോൾ ആ തുഫാരിക്കു എന്ന ഫീലിന്റെ ഇറാബ് നസ്ബായി. അതുകൊണ്ട് തന്നെ അതിന്റെ അവസാനത്തെ അക്ഷരമായ ഖാഫിന് ഫതഹ് നൽകി. അതേപോലെ ലെന്ന് വന്നത് എവിടെയാണ്? നുഗാദിറു എന്ന മുളാരിയ ഫീലിന്റെ മുമ്പിലാണ്. അപ്പോൾ അതിന്റെ ഇറാബ് നസ്ബായി. അവസാനത്തെ അക്ഷരമായ റായിന് ഫതഹ് നൽകി. അൻ വന്നാൽ എന്താണ് അർത്ഥം? അൻ തുഫാരിക്ക മീൻസ് വേർപിരിയൽ എന്നാണ് അർത്ഥം. ലാ തസ്തതിഉ സൈനബ്. സൈനബിന് കഴിയില്ല. അൻ തുഫാരിക്ക, വേർപിരിയൽ കഴിയില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ വേർപിരിയാൻ കഴിയില്ല എന്ന് പറയാം. സ്വദീഖ, കൂട്ടുകാരിയെ. ലൻ വന്നാൽ എന്താണ് അർത്ഥം? ചെയ്യുകയില്ല എന്ന അർത്ഥമാണ് കിട്ടുക. ലൻ നുഗാദിറ, നമ്മൾ വിട്ടുപോവുകയില്ല. ഓക്കെ, അതാണ് അന്നിന്റെയും ലന്നിന്റെയും അർത്ഥങ്ങൾ. ഇനി അവ ഇവിടെ പൂരിപ്പിക്കണം. ലൻ ഡേഷ് അസ്വാലിഹു ഇല്ലൽ ഹക്ക. ലൻ കാലയാണ് ബ്രാക്കറ്റിലുള്ളത്. അതിന്റെ മുളാരി കണ്ടുപിടിക്കണം. കാലയുടെ മുളാരി യഖൂലു ആണല്ലേ. അപ്പോൾ ലൻ യഖൂല. യഖൂലുവിന്റെ മുമ്പിൽ ലെന്ന് വന്നാൽ യഖൂലുവിന്റെ ഇറാബ് എന്താകും? നസ്ബാകും. ഇറാബ് നസ്ബാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ്. അപ്പോൾ ലൻ യഖൂല. ലൻ യഖൂല സ്വാലിഹു. സ്വാലിഹ് നല്ലവൻ പറയുകയില്ല. ഇല്ലൽ ഹക്ക, സത്യമല്ലാതെ. അടുത്തത് യുഹിബ്ബുൽ വലതു. കുട്ടി ഇഷ്ടപ്പെടുന്നു. അൻ യുൻഷിദ. അൻഷദയുടെ മുളാരി യുൻഷിദു എന്നാണ്. അൻ യുൻഷിദ, പാട്ടുപാടൽ. കുട്ടി പാട്ടുപാടൽ ഇഷ്ടപ്പെടുന്നു. പാട്ടുപാടാൻ ഇഷ്ടപ്പെടുന്നു. അന ലൻ
അൽ അബ ഫിഷാരി, ഞാൻ റോട്ടിൽ കളിക്കുകയില്ല. ലഇബ യലബു അൽ അബ്. തുരീദുൽ ബിന്ദു അൻ തുസ്ബിഹ മുദരിസത്തൻ, പെൺകുട്ടി അധ്യാപികയായി തീരാൻ ഉദ്ദേശിക്കുന്നു. അൻ തുസ്ബിഹ ആയിത്തീരാൻ, മുദരിസത്തൻ അധ്യാപിക. ഓക്കെ, ഇതാണ് അന്നിന്റെയും ലന്നിന്റെയും ഉപയോഗങ്ങൾ. ഇനി നുറാജു നസ്സ വനഖ്താറു മിൻഹാ ജുമലൻ, പാഠഭാഗം വായിച്ച് സെന്റൻസുകൾ കണ്ടെത്തണം. ഫീഹ അദവാത്തുൻ നസ്ബി അൻ ലൻ, അൻ ലൻ എന്നീ വാക്കുകൾ എന്നീ ഹർഫുകൾ വന്ന ജുംലകൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്താം. ഇവിടെ മറ്റൊരു വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്തസല നബീലുൻ ബി വാലിദി കാജൽ, നബീൽ കാജലിന്റെ പിതാവിനെ ബന്ധപ്പെട്ടു. ഇത്തസല മീൻസ് കോണ്ടാക്ട് ചെയ്തു, ബന്ധപ്പെട്ടു. ഇത്തസല ആരെയാണ് ബന്ധപ്പെട്ടത്? നബീല് ബന്ധപ്പെട്ടത് കാജലിന്റെ പിതാവിനെയാണ്. അപ്പോൾ ഇത്തസല നമ്മൾ ബന്ധപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി ഇത്തസല എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആരെയാണോ ബന്ധപ്പെട്ടത് അയാളുടെ മുമ്പിൽ ബി എന്ന് വെക്കണം. ഇത്തസല നബീലുൻ, നബീൽ ബന്ധപ്പെട്ടു ആരെ? ബി വാലിദി, വാലിദിനെ. അപ്പോ ബി എന്ന് വെക്കണം. ഇത്തസല ബി. അടുത്തത് ത്വലബ നബീലുൻ, നബീൽ ആവശ്യപ്പെട്ടു മിൻ വാലിദി കാജൽ, കാജലിന്റെ പിതാവിനോട് മുഖാബലതഹു, തന്നെ മീറ്റ് ചെയ്യാൻ. ത്വലബ ആവശ്യപ്പെട്ടു, ആവശ്യപ്പെട്ടു എന്ന് പറയാൻ ത്വലബ എന്ന വാക്കാണ്, ത്വലബ എന്ന ഫീല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മിൻ എന്നത് വെക്കണം. എവിടെ വെക്കണം? ആരോടാണോ ആവശ്യപ്പെട്ടത് അയാൾക്ക് മുമ്പിൽ. അപ്പൊ ത്വലബ നബീലുൻ, നബീൽ ആവശ്യപ്പെട്ടു മിൻ വാലിദി കാജൽ, കാജലിന്റെ പിതാവിൽ നിന്നും, മീൻസ് കാജലിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. അടുത്ത് നോക്കാം. ഇത്തസലൽ മുദീർ, മുദീർ ബന്ധപ്പെട്ടു ബിൽ മുവല്ലഫി, ഉദ്യോഗസ്ഥനെ, മസാൻ വൈകുന്നേരം. ത്വലബൽ മുസ്തരി, കസ്റ്റമർ ആവശ്യപ്പെട്ടു. അൽ ഫാത്തൂറത്ത, ബില്ല് ആവശ്യപ്പെട്ടു. മിനത്താജിരി, താജിറിൽ നിന്നും, കച്ചവടക്കാരനിൽ നിന്നും, കച്ചവടക്കാരനോട് കസ്റ്റമർ ബില്ല് ആവശ്യപ്പെട്ടു. അപ്പൊ ഇത്തസലയുടെ കൂടെ ബി ചേരും, ത്വലബയുടെ കൂടെ മിൻ ചേരും. ഓക്കെ. നുലാഹിലു വനുനാക്ഷു. തസ്കുന സ്വദീഖത്താനി ഫി ഹയ്യിൻ വാഹിദിൻ, രണ്ട് കൂട്ടുകാരികളും ഒരേ നാട്ടിൽ താമസിക്കുന്നു. അസ്വദീഖത്താനി തസ്കുനാനി ഫി ഹയ്യിൻ വാഹിദിൻ, രണ്ട് കൂട്ടുകാരികളും ഒരേ നാട്ടിൽ താമസിക്കുന്നു. രണ്ട് സെന്റൻസുകളുടെയും അർത്ഥം ഒന്നാണ്. മാറ്റം എന്താണ്? ഒന്നാമത്തെ സെന്റൻസിൽ ആദ്യം ഫെയിലാണ് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ സെന്റൻസിൽ ആദ്യം ഇസ്മാണ് വന്നിരിക്കുന്നത്. രണ്ട് രൂപത്തിലും പറയാം. ഫെയിലാണ് വന്നത് എങ്കിൽ ഫെയിലിന്റെ ശേഷം വന്ന ആ ഇസ്മ് ഫായിലാണ്. തസ്കുനുവിന്റെ ഫായിലാണ് അസ്വദീഖത്താനി. ഫായിൽ അവിടെ മുസന്നയാണ്. സ്വദീഖത്തുൻ എന്നാണോ പറഞ്ഞത്? അല്ല, സ്വദീഖത്താനി, രണ്ട് കൂട്ടുകാരുണ്ടല്ലേ, അപ്പോൾ അത് മുസന്നയാണ്. ഫായിൽ മുസന്നയാണെങ്കിലും ഫെയിലിനെ മുസന്നയാക്കേണ്ടതില്ല. ഫായിൽ ജമ്മാണെങ്കിലും ഫെയിലിനെ ജമ്മാക്കേണ്ടതില്ല. ഫെയിലിനെ എപ്പോഴും മുഫ്രദായിട്ട് തന്നെ പറഞ്ഞാൽ മതി. എന്നാൽ നേരെ തിരിച്ചിട്ടാലോ? ആദ്യം ഇസ്മു പറഞ്ഞാൽ ആ ഇസ്മു പിന്നെ ഫായിലാണോ? പിന്നെ അത് ഫായിലല്ല, പിന്നെ അതെന്താണ്? മുബ്തദ എന്നാണ് പിന്നെ അതിനെ കൊണ്ട് പറയുക. അസ്വദീഖത്താനി തസ്കുനാനി എന്ന് പറയുമ്പോൾ അസ്വദീഖത്താനി ഫായിലല്ല, എന്താണ്? മുബ്തദ ആണ്. ഒരു സെന്റൻസിലെ ഒന്നാമത്തെ വാക്ക് ഇസ്മാണെങ്കിൽ ആ ഇസ്മു മുബ്തദാണ്. ഇവിടെ അസ്വദീഖത്താനി തസ്കുനാനി എന്നുള്ള സെന്റൻസിലെ ഒന്നാമത്തെ വാക്ക് അസ്വദീഖത്താനി എന്നതാണ്. അത് ഇസ്മല്ലേ? ഇസ്മാണ്. ഇസ്മാണെങ്കിൽ അത് മുബ്തദാണ്. അങ്ങനെ മുബ്തദ ആയിക്കൊണ്ട് വന്നാൽ അതിന്റെ ശേഷം ഫീല് പറയുമ്പോൾ മുബ്തദ മുസന്നയാണെങ്കിൽ ഫീലിനെയും മുസന്നയാക്കണം, മുബ്തദ ജമ്മാണെങ്കിൽ ഫീലിനെയും ജമ്മാക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം ഫെയിലാണ് പറയുന്നത് എങ്കിൽ ഫെയിലിനെ ജമ്മാക്കേണ്ടതില്ല. ആദ്യം ഇസ്മാണ് പറയുന്നത് എങ്കിൽ ഇസ്മിനനുസരിച്ചിട്ട് ഫെയിലിനെ ജംഒ മുസന്നയോ ആക്കണം. ഇവിടെ ഇസ്മ് മുസന്നയാണ്, അതുകൊണ്ട് തസ്കുനാനി ഫെയിലിനെ മുസന്നയാക്കി. ഓക്കെ. ഇനി തജ്ലിസു കാജൽ, കാജൽ ഇരിക്കുന്നു. വസൈനബ്, കാജലും സൈനബും ഇരിക്കുന്നു. മാൻ ഒരുമിച്ച്. മുസന്നയാണ് അല്ലെ, രണ്ടെണ്ണം ഉണ്ട്, കാജലും ഉണ്ട് സൈനബും ഉണ്ട്. അപ്പോൾ ഫീലാണ് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് തജ്ലിസു മുസന്നയാക്കേണ്ടതില്ല. ഇനിയോ ഇസ്മാദ്യം പറഞ്ഞപ്പോഴോ സൈനബ് വ കാജൽ, സൈനബും കാജലും തജ്ലിസാനി ഇരിക്കുന്നു. മാൻ ഒരുമിച്ച്. അത് മനസ്സിലാക്കുക. ഇനി അൽ മുസന്ന മിനൽ അസ്മാ, പാഠഭാഗത്ത് നിന്നും മുസന്നയായ വാക്കുകൾ കണ്ടെത്തണം. ഇസ്മുകളിൽപ്പെട്ട മുസന്ന ഈ കോളത്തിലും അൽ മുസന്ന മിനൽ അഫാൽ, ഫീലുകളിൽപ്പെട്ട മുസന്ന ഈ കോളത്തിലും എഴുതുക. ഇസ്മിൽപ്പെട്ട മുസന്നയാണ് ഹമീമത്താനി, ഇന്റിമേറ്റ്, ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചത്. അതേപോലെ പിന്നെ വന്നത് സ്വദീഖത്താനി വന്നിട്ടുണ്ട് അല്ലേ, രണ്ട് കൂട്ടുകാരികൾ. പിന്നെ ഐനാനി വന്നിട്ടുണ്ട്. ഐന എന്നാണ് ഉണ്ടാവുക. ഐന സൈനബ്, സൈനബിന്റെ കണ്ണുകൾ, അല്ലെങ്കിൽ ഐന അവളുടെ കണ്ണുകൾ എന്നാണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ ഐനാനി എന്ന് എഴുതാം. മുസന്നയായ ഒരു ഇസ്മാണത്. പിന്നെയും എന്തെങ്കിലും മുസന്നയായ ഇസ്മ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. തദുർസാനി അവർ പഠിക്കുന്നു. അതേപോലെ കുറെ വന്നിട്ടുണ്ട്. തദ്ഹബാനി വന്നു, തുദാക്കിറാനി, പിന്നെ തജ്ലിസാനി,
അങ്ങനെ വന്നിട്ടുണ്ട്. ആ ഫീലുകളൊക്കെ തജ്ലിസാനി അങ്ങനെ ആ രൂപത്തിൽ വന്ന മുസന്നയായി വന്ന ഫീലുകൾ ഈ കോളത്തിലും എഴുതുക. ഇതോടെ നമ്മുടെ പാഠപുസ്തകം മുഴുവൻ അവസാനിച്ചിരിക്കുന്നു. 9ാം ക്ലാസ്സിലെ മുഴുവൻ പാഠപുസ്തകം നമ്മൾ ചെയ്ത വീഡിയോസ് STD9 എന്ന പ്ലേലിസ്റ്റിലുണ്ട്. അത് നോക്കി പഠിക്കുക.